ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ടോയ് കാർ അസംബ്ലി റിലേറ്റ് ചെയ്ത് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു ടോയ് കാർ മേടിച്ചു, ഒരു ഇൻഡോർ ടോയ് കാർ. ഞാൻ ഓൾറെഡി നേരത്തെ 2 വർഷം മുമ്പ് ഒരു ടോയ് ജീപ്പ് മേടിച്ചിരുന്നു നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഒരു 15,000 രൂപയ്ക്ക്. അതുകൊണ്ട് ഇത് അസംബിൾ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഓൾറെഡി അസംബിൾ ചെയ്ത് ഒരു പരിചയമുള്ളതുകൊണ്ട്. ഇതിപ്പോൾ അവർ ഓൾറെഡി സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ അൺബോക്സ് ചെയ്ത് ഒന്ന് അസംബിൾ ചെയ്യുന്ന മാർഗം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പതുക്കെ പൊട്ടിച്ചു തുടങ്ങാം അല്ലേ. എന്നാൽ പിന്നെ ഞാനും ഒക്കെ കൂടെ പതുക്കെ അത് മുഴുവനായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കാർക്ക് തുറന്നേ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് ടോട്ടൽ ബോഡി സെപ്പറേറ്റ്, ടയറൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ബാക്കി കുറേ ഇൻറ്റേർണൽ അതിൻ്റെ ആക്സിലും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതേ തന്നെ. ജസ്റ്റ് നമുക്കിപ്പം ഇതിനകത്ത് ടയറും കാര്യങ്ങളും അതിൻ്റെ സ്റ്റിയറിങ്ങും ഒക്കെ ഒന്ന് വീൽ കപ്പും കാര്യങ്ങളൊന്ന് അസംബിൾ ചെയ്യുന്ന പരിപാടികളുള്ളൂ. വലിയ മേജർ പരിപാടികളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം. നല്ലൊരു പാക്കിങ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ലതായിട്ട് ബബിൾ റാപ്പൊക്കെ ഇട്ട് നല്ല ടൈറ്റായിട്ട്, ഒരു കാരണവശാലും ഒരു ചെറിയ തരത്തിലുള്ള ഡാമേജ് പോലും ഉണ്ടാകത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ അവരത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നാട്ടിൽ ഈ ടോയ് ജീപ്പ് മേടിച്ചപ്പം അത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടായതുകൊണ്ടായിരിക്കാം അതിന് ഷോക്ക് അബ്സർവർ, 4 വീലിനും മോട്ടർ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മെറ്റലിനകത്തും കാര്യങ്ങൾക്കകത്തും നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡോറിന് വേണ്ടി മാത്രം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബാക്ക് വീലിന് മാത്രമേ പവറുള്ളൂ, മോട്ടറുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ടയർ ഫിക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ബെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു വാഷർ ഇടുന്നു അവിടെ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടയർ കയറ്റി ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വാഷർ, പിന്നെ ആ ഒരു പിന്നിട്ട് ലോക്ക് ചെയ്താൽ മതി, ആ ടയർ ഫിക്സായി. പിന്നെ ഒരു എക്സ്ട്രാ വീൽ കപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് പ്രൊജക്റ്റായി പുറത്തോട്ട് കാണത്തില്ല, ഈ ഒരു വൃത്തിയോട് കാണത്തില്ല, കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു വീൽ കപ്പ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. ചുമ്മാ ജസ്റ്റ് ഒരു ക്ലാമ്പ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ബാക്ക് സൈഡിലെ മോട്ടറാണത്, മോട്ടറിൻ്റെ ഇതാണ്. അതിനകത്തോട്ട് ജസ്റ്റ് കറക്റ്റായിട്ട് അതിനൊരു ലോക്കുണ്ട്. ആ ലോക്കിനകത്തോട്ട് തന്നെ കറക്റ്റായിട്ട് ആ ടയർ ഇറക്കി വെക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ആ മോട്ടർ പവർ അതിൽ എത്തത്തുള്ളൂ. ഓക്കെ, താഴെ കൂടെ കാണുന്നത് അതിൻ്റെ ആ വയറിംഗ് ആണ്. അതിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് കുറച്ച് മ്യൂസിക് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. ഇത് ആ വീൽ കപ്പാണ് അതിൻ്റെ ആ ഞാൻ പറഞ്ഞില്ലേ, വീൽ കപ്പ് നല്ല വൃത്തിക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്ത് കയറ്റി അങ്ങ് പ്രസ് ചെയ്താൽ മതി, സാധനം ഫിക്സ് ആവും. അത്രയേ ഉള്ളൂ. അത് അക്കൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീൽ കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കണ്ടുകൂടാ അത് മുഴുവൻ അസംബിൾ ചെയ്യാം. മോട്ടോർ ഭാഗമാണ് അവിടെ കറക്റ്റ് കാണിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ അടിയിൽ തന്നെയാണ് അതിൻ്റെ ബാറ്ററിയും ബാക്കി അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻ പോർഷൻസൊക്കെ ഇരിക്കുന്നത്. സീറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ ബാറ്ററി അവിടെ ഒരു ലോക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് ബാറ്ററിയും മെയിൻ കണക്ഷനിലോട്ടും ഒരു ഇതുണ്ട്, പിന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യണം. അപ്പോഴത്തേക്കും ആ ഒരു സൈഡ് ഓക്കെ ആവും. എന്നിട്ട് നമുക്ക് സീറ്റ് ഫിക്സ് ചെയ്യാം. കഴിഞ്ഞത് ഇപ്പോൾ കാണുന്ന മറ്റേ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിലോട്ടൊരു സ്വിച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഇതും ആ മ്യൂസിക്കിൻ്റെ അതിൻ്റെയൊക്കെ ആയിട്ട്. അതും ജസ്റ്റ് അതുകൊണ്ട് കയറ്റി വെച്ച് ഒരു സ്ക്രൂ ഇടുന്നതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് അലൈൻ ചെയ്ത് സ്ക്രൂ ഇട്ടാൽ മതി. കാണുന്നില്ലേ ഇത്. അപ്പോൾ ഒന്ന് ഇത് ചെയ്തിട്ട് അതിൽ നിന്നൊരു വയർ പുറത്തോട്ട് വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ആ സ്ക്രൂ കയറ്റിയിട്ടാൽ സ്റ്റിയറിങ്ങും പ്രോപ്പറായിട്ട് ഫിക്സ് ആവും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് സെറ്റാക്കിയാൽ മതി. ഒരു പ്രോബ്ലം എനിക്ക് തോന്നി, ആ സീറ്റിനൊരു കുഷ്യനോ ചെറിയൊരു സ്പോഞ്ച് പോലും ഇല്ല. അപ്പോൾ ഞാൻ ആ ബബിൾ റാപ്പ് മുഴുവൻ എടുത്ത് അതിലങ്ങ് ഒന്ന് ഇതാക്കി വെച്ചു. അപ്പോൾ ഒരു കുഷ്യൻ പോലെ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേദനിക്കത്തില്ലേ, അതുകൊണ്ട്. ഓക്കെ, നമ്മൾ സാധനമെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതിൻ്റെ സ്റ്റിയറിങ്ങിലൊരു സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഹോണും പിന്നെ കുറേ മ്യൂസിക്കും ഒക്കെ അത് പ്ലേ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ ഓക്സിലറി കേബിൾ പ്ലഗ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്പീക്കറൊക്കെ ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഒരു USB പോർട്ടും ഉണ്ട്. നല്ല പാട്ടുകളുണ്ടെങ്കിൽ നമുക്കതേ പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ഒരു ഗിയർ ലിവർ, ഫോർവേഡ് റിവേഴ്സിൻ്റെ ഒരു ഗിയർ ലിവറും അതിൻ്റെ ലോ സ്പീഡ് ഹൈ സ്പീഡ് സ്വിച്ചും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ റിമോട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാ ടോയ് കാർസിനും ഇപ്പോൾ അവർ റിമോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു AAAയുടെ ബാറ്ററി 2 എണ്ണമാണുള്ളത്. പിന്നെ അത് സാധാരണ പോലെ തന്നെ ഫോർവേഡ്, ബാക്ക്വേഡ്, പാർക്ക്, പിന്നെ സ്പീഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോ സ്പീഡ് ഹൈ സ്പീഡിൻ്റെ ഒരു സ്വിച്ചും ഉണ്ട്, റിമോട്ടിലും ഉണ്ട് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അതേ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റിമോട്ടിലും വേണമെങ്കിൽ ഓടിക്കാം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുട്ടികൾ ഓടിക്കാൻ പാകമുള്ളതാണ്. അക്കുനാണെങ്കിൽ തന്നെ ഓടിക്കാൻ പറ്റും. ഇപ്പോൾ
ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവന് റിമോട്ട് വേണ്ടി വരും, തന്നെ ഓടിക്കാനായിട്ടില്ല. ഓക്കെ, നമുക്ക് വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ നോക്കാം അക്കുവിനെ വെച്ച്. റിമോട്ട് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. 2 AAA ബാറ്ററി റിമോട്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും റിമോട്ട് ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് അപ്പ് ആരോ ഡൗൺ ആരോ ഒരു 2 സെക്കൻഡ് ഹോൾഡാക്കി പിടിച്ചുകൊണ്ട് വണ്ടി ഓൺ ആക്കണം. വണ്ടി ഓൺ ആയി കഴിയുമ്പോൾ റിമോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും വണ്ടിയിൽ. പിന്നെ കംഫർട്ടബിളായിട്ട് നമുക്കത് റിമോട്ട് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ടൊക്കെ അത് സേഫായിട്ട് കാണാത്ത രീതിയിൽ നല്ല ക്ലോസ്ഡ് ആക്കി ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.